നർത്തകിയായി ജനപ്രീതി നേടാൻ കഴിഞ്ഞ മേതിൽ ദേവിക മിക്കപ്പോഴും വാർത്താ പ്രാധാന്യം നേടാറുണ്ട്. നായികയായി സിനിമകളിൽ അവസരം ലഭിച്ചെങ്കിലും ഇവ വേണ്ടെന്നും നൃത്തത്തിലേക്ക് ശ്രദ്ധ നൽകാനാണ് താൽപ്പര്യമെന്നും മേതിൽ ദേവിക തീരുമാനിച്ചിരുന്നു. അടുത്തിടെയാണ് മേതിൽ ദേവിക സിനിമാ രംഗത്തേക്ക് ചുവടുവെച്ചത്. ബിജുമേനോൻ നായകനാകുന്ന കഥ ഇന്നുവരെയാണ് ആദ്യ സിനിമ. മേതിൽ ദേവികയുടെ വ്യക്തിജീവിതവും പലപ്പോഴും ചർച്ചയായിട്ടുണ്ട്. നടനും MLA-യുമായ മുകേഷുമായുണ്ടായ വിവാഹബന്ധവും വേർപിരിയലുമാണ് ഇതിന് കാരണമായത്. മേതിൽ ദേവികയുടെയും മുകേഷിൻ്റെയും രണ്ടാം വിവാഹമായിരുന്നു ഇത്. രാജീവ് നായർ എന്നാണ് മേതിൽ ദേവികയുടെ ആദ്യ ഭർത്താവിൻ്റെ പേര്. ഈ ബന്ധത്തിൽ ഒരു മകനുണ്ട്. 2002-ൽ വിവാഹിതരായ ഇരുവരും 2004-ൽ വേർപിരിഞ്ഞു. പിന്നീട് വർഷങ്ങൾക്കിപ്പുറമാണ് മുകേഷിനെ വിവാഹം ചെയ്തത്. 2013-ൽ വിവാഹിതരായ ഇവർ 2021-ൽ വേർപിരിഞ്ഞു. ആദ്യ വിവാഹബന്ധത്തെക്കുറിച്ചും രണ്ടാം വിവാഹബന്ധത്തെക്കുറിച്ചും തുറന്നു സംസാരിക്കുകയാണ് മേതിൽ ദേവിക ഇപ്പോൾ. പലപ്പോഴും ആൾക്കാർ വിചാരിക്കുന്നത് എഴുത്തുകാരൻ രാജീവ് നായരാണ് തൻ്റെ മുൻ ഭർത്താവെന്നാണ്. എന്നാൽ അദ്ദേഹമല്ലെന്ന് മേതിൽ ദേവിക വ്യക്തമാക്കി. അദ്ദേഹം വേറെ പ്രൊഫഷനാണ്, സോഷ്യൽ മീഡിയയിലേ ഇല്ല. പിരിയുമ്പോൾ പോലും ഐക്യമുണ്ടാകണം. കുട്ടിയുടെ കാര്യത്തിൽ അങ്ങനെയൊന്നും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. ഞാനാണ് അമ്മ. അമ്മയുടെ കൂടെ തന്നെയാണല്ലോ കുറേ കാലം കുട്ടി. ഇപ്പോൾ ദേവാങ് ബാംഗ്ലൂരിൽ പഠിക്കുന്നു. വീക്കെൻഡിൽ അച്ഛനെ കാണും. അതും ഒരു അനുഗ്രഹമാണെന്ന് മേതിൽ ദേവിക വ്യക്തമാക്കി. മുകേഷുമായുള്ള രണ്ടാം വിവാഹം വേണ്ടെന്ന് തോന്നിയിട്ടില്ലെന്നും മേതിൽ ദേവിക പറയുന്നു. എല്ലാം നല്ലതിനാണ്. വഴക്കിടാതിരിക്കലാണ് തൻ്റെ വഴി. അതേസമയം ശണ്ട ചെയ്യേണ്ടിടത്ത് ചെയ്യാനറിയാം. പാവമേ അല്ല. ശാന്തത എല്ലായിടത്തും എപ്പോഴും കാണിക്കേണ്ടതില്ല. നമുക്ക് നമ്മളോട് ഒരു ഉത്തരവാദിത്വമുണ്ട്. പ്രൊഫഷണലി ആയാലും വീട്ടിലായാലും കുട്ടികളുടെ അടുത്തായാലും നമ്മളോട് നമ്മൾ കാണിക്കേണ്ട ഉത്തരവാദിത്വമുണ്ട്. കലാകാരി എന്ന നിലയിലുള്ള സ്വാതന്ത്ര്യമായിരിക്കണം വ്യക്തിജീവിതത്തെ ബാധിച്ചു. ചെറുപ്പത്തിലെ ഞാൻ പ്രോഗ്രസീവാണ്. കല തരുന്ന ഫ്രീ തിങ്കിങ് ഉണ്ടെന്നും മേതിൽ ദേവിക വ്യക്തമാക്കി. വിവാഹമോചനത്തിൻ്റെ കാരണത്തെക്കുറിച്ച് വന്ന ചോദ്യത്തിനും മേതിൽ ദേവിക മറുപടി നൽകി. വളരെ പുരുഷാധിത്യപരവും സാഡിസ്റ്റിക്കുമായ സമീപനമാണ് മുകേഷിൽ നിന്നുണ്ടായതെന്ന് അറിയാൻ കഴിഞ്ഞു. അത് സത്യമാണോ എന്നായിരുന്നു അഭിമുഖത്തിൽ ഷാജൻ സക്കറിയ ചോദിച്ചത്. ഇത് കേട്ട് കുറച്ചു നിമിഷം നിശബ്ദയായിരുന്ന മേതിൽ ദേവിക കട്ട് എന്ന് പറഞ്ഞു. ഞാൻ നോ എന്ന് പറഞ്ഞാൽ അതിൽ സത്യമില്ല. യെസ് എന്ന് പറഞ്ഞാലും അതൊക്കെ നമ്മൾ നിൽക്കുന്നത് പോലെ ആയിരിക്കുമെന്നും മേതിൽ ദേവിക മറുപടി നൽകി. മേതിൽ ദേവികയുടെ ഈ വാക്കുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗം തന്നെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്.